ഒരു കാര്യം, 35 വർഷത്തെ ഗ്യാപ്പിന് ശേഷം ഈ പുസ്തകം വായനക്കാരിലേക്ക് വീണ്ടും വരുന്നു എന്നുള്ളതാണ് ഇതിന്റെ വലിയൊരു പ്രത്യേകത. അന്നത്തെ ജീവിതസ്ഥിതിയും ഇപ്പോഴത്തെ ജീവിതസ്ഥിതിയും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മറക്കാതിരിക്കണം. പക്ഷെ അതിന്റെ ഗ്യാപ്പിൽ നമ്മൾ ഈ പുസ്തകം വായിക്കുമ്പോൾ അതിനൊരു കൺസിഡർ ചെയ്യേണ്ടിയിരിക്കുന്നു. ഞാനിപ്പോൾ ആക്ച്വലി പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ നോവലിന് എങ്ങനെ വായിക്കണം, അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ ഇതിനെ കാണണം എന്നുള്ളതായിരിക്കും. ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പഴയ പുസ്തകങ്ങൾ, ആ സമയത്തല്ലേ 80കളിലെ പുസ്തകങ്ങൾ എങ്ങനെയായിരുന്നു, ആ രീതിയിൽ തന്നെയാണ് നമ്മൾ അത് കാണേണ്ടത്. നമ്മൾ പല മാഗസിനുകളിലൊക്കെ നോവൽ വായിച്ചിട്ടുണ്ടാവും. അതിന്റെ ഒരു ശാരീരത ഈ നോവലിൽ നമ്മൾ കാണണം. ഇപ്പോഴത്തെ നോവലിന്റെ സ്ഥിതിയും അപ്പോഴത്തെ നോവലിന്റെ സ്ഥിതിയും വലിയ വ്യത്യാസമുണ്ട്. ഈയിടെ ഒരു ചർച്ച നടക്കുകയുണ്ടായി വേറെ ഒരു വേദിയിൽ, പണ്ടത്തെ നോവലും ഇപ്പോഴത്തെ എഴുത്തും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. അത് നമ്മൾ തീർച്ചയായും ഇതിൽ വ്യത്യാസം കാണും. പിന്നെ ഈ നോവലിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഞാൻ ഈ നോവലിനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ എന്നുള്ളതാണ് വേറെ കാര്യം. പല ആൾക്കാരും ഒരുപാട് ഇന്റർനാഷണൽ ലെവലിലൊക്കെ പോയി ആ പുസ്തകത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഈ പുസ്തകത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ നോവലിൽ എന്താണ് ഈ കൃഷ്ണൻ, ഇതിലെ കൃഷ്ണൻ ആരാണ്? ഒരുപക്ഷെ നമ്മൾ ഈ നോവൽ വായിക്കുന്ന സമയത്ത് ഈ കൃഷ്ണൻ എന്നാള് അശംസാദ് തന്നെയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കണം. ചില സമയത്ത് ഈ എഴുത്തുകാരൻ തന്നെ പറയുന്നതായിട്ടും അല്ലെങ്കിൽ കൃഷ്ണൻ എന്ന വ്യക്തി പറയുന്നതായിട്ടും നമ്മൾക്ക് ഈ നോവൽ വായിക്കുമ്പോൾ മനസ്സിലാവും. പിന്നെ വേറെ കാര്യം, ഈ നോവൽ ഒരു സർവീസ് സ്റ്റോറി, ഒരു നേവിക്കാരന്റെ സർവീസ് സ്റ്റോറി എന്നതിനപ്പുറം ഒരു സാധാരണക്കാരന്റെ നോവൽ, സാധാരണക്കാരന്റെ കഥ എന്നതാണ് നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടത്. ഈ നോവലിൽ ഒരു നേവി ഉദ്യോഗസ്ഥൻ, ദേശസ്നേഹമുള്ള അല്ലെങ്കിൽ രക്തം തുറയ്ക്കുന്ന ദേശസ്നേഹിയായ ഉദ്യോഗസ്ഥനായി ഇതിൽ കാണരുത് കൃഷ്ണനെ. ഇതിൽ കാണേണ്ടത് നാട്ടുപുറത്തുകാരനായ സാധാരണക്കാരനായ ഒരു പിതാവിന്റെ പുത്രനായിട്ട് കാണാം. ആ പിതാവിന്റെ പ്രശ്നങ്ങളും അല്ലെങ്കിൽ ആ മാതാപിതാക്കളുടെ പ്രശ്നങ്ങളും ദാരിദ്ര്യവും, നമ്മുടെ ആ സമയത്തുള്ള 80കളിലെ ദാരിദ്ര്യവും നമ്മൾ ഇതിൽ കാണേണ്ടിയിരിക്കുന്നു. ആ പ്രശ്നങ്ങളിലൂടെയാണ്, ആ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ കൃഷ്ണൻ എന്ന കഥാപാത്രം നേവിയിലേക്ക് പോകുന്നത്, അതിൽ ഉദ്യോഗം ചെയ്യുന്നത്. അല്ലാതെ ദേശസ്നേഹം എന്നൊരു മനസ്സിൽ തീവ്രമായ സ്നേഹമുണ്ടെന്നല്ല. അതുകൊണ്ട് തന്നെയാണ് ഇയാൾക്ക് സമ്പാദിക്കണം അല്ലെങ്കിൽ ജോലി ചെയ്യണം എന്നതാണ് ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ആയിരിക്കണം മേലുദ്യോഗസ്ഥന്മാരുടെ ആത്മതൃപ്തികളും ഈ കഥാപാത്രം സഹിക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. അത് മനസ്സിൽ കോരി ഒരുപാട് മാർക്കുകൾ ഉണ്ടാക്കുന്നുണ്ട് ഇയാളുടെ മനസ്സിൽ. അതെല്ലാം മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് അതിനൊരു പ്രതികാരം ചെയ്യണം എന്ന രീതിയിലേക്കല്ല ഈ കഥ നമ്മളെ കൊണ്ടുപോകുന്നത്. നമ്മൾ ഒരു മേൽവിലാസം എന്നൊരു സിനിമ കണ്ടിട്ടുണ്ടാവും, ഒരു കോർട്ട് മാർഷലിന്റെ. നിങ്ങൾ ആ രീതിയിൽ ഇതിനെ കാണാൻ പാടില്ല, കാണേണ്ട ആവശ്യമില്ല. കാരണം ഇതൊരു സാധാരണക്കാരന്റെ കഥയാണ്, ഒരു സാധാരണ നേവി ഉദ്യോഗസ്ഥന്റെ കഥയാണ്. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് മേലുദ്യോഗസ്ഥന്മാരോട് കോപമുണ്ടെങ്കിലും ദേഷ്യമുണ്ടെങ്കിലും അത് ഇയാൾക്ക് തന്നെ കണ്ടടങ്ങുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അടയ്ക്കുകയാണ് ചെയ്യുന്നത്. അതിന് നിവൃത്തിയുള്ളൂ. ആ സമയത്ത് ഒരു താഴെക്കിടയിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ എന്ന രീതിയിൽ ഇയാൾക്ക് അതിനെ അങ്ങനെ കാണാൻ പറ്റുള്ളൂ. അല്ലാതെ പ്രതികരിച്ചാൽ വീട്ടിലുള്ളവർ പട്ടിണിയാവും, അല്ലെങ്കിൽ താൻ തന്നെ റോഡിലാവും എന്നൊരു സിറ്റുവേഷൻ വരും. അത് അയാൾക്ക് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് പല പുറം ശക്തികളിൽ നിന്നും, മറ്റുള്ള ശക്തികളിൽ നിന്നും, അല്ലെങ്കിൽ മനസ്സ് ഡൈവേർട്ട് ചെയ്യുന്ന പല സംഗതികളും ഉണ്ടായിട്ടും, പ്രത്യേകിച്ച് സ്ത്രീ വിഷയമായിക്കോട്ടെ അല്ലെങ്കിൽ മദ്യമായിക്കോട്ടെ, അങ്ങനെയുള്ള പല ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നെങ്കിലും അതിലൊന്നും ഈ കൃഷ്ണൻ എന്ന കഥാപാത്രം വ്യതിചലിക്കുന്നില്ല. ആ ജോലി തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതും നേവിയിൽ ഉദ്യോഗസ്ഥനായിരിക്കുന്ന ഇയാൾ പല പട്ടണങ്ങളിലും, ബോംബെ അല്ലെങ്കിൽ കൽക്കട്ട, ചെന്നൈ അതുപോലുള്ള മഹാനഗരങ്ങളിലേക്കാണ് പോകുന്നത്. ആ നഗരങ്ങളിൽ അന്ന് എന്തൊക്കെ ഉണ്ടായിട്ടുണ്ടാവും എന്ന് നമ്മൾ ഊഹിക്കുന്നതിൽ അപ്പുറമായിരുന്നു. അന്ന് തന്നെ അപ്പോൾ തന്നെ ബോംബെ റെഡ് സ്ട്രീറ്റൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നിരുന്നാലും ഈ കഥാപാത്രം തന്റെ ജോലിയാണ് മുഖ്യം, തന്റെ കുടുംബത്തിലെ പ്രാരബ്ധമാണ് മുഖ്യം, അതിനെ തരണം ചെയ്തിരിക്കുന്നു. കൂടാതെ വീട്ടിലേക്ക് പണം അയച്ചില്ലെങ്കിൽ, വീട്ടിൽ നാട്ടിൽ സ്വത്തൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അതിൽ
ആദായം വളരെ തുച്ഛം. അപ്പൊ തന്റെ ശമ്പളം വളരെ അനിവാര്യമാണ് എന്നുള്ള ബോധം എന്നും ഈ കൃഷ്ണൻ എന്ന കഥാപാത്രത്തിലുണ്ടായിരുന്നു. പിന്നെ ഇതിൽ നമ്മൾ ഇപ്പോൾ കാണുന്നത് ഇന്ന് അത്ര ഉണ്ടോന്ന് പറഞ്ഞുകൂടാ, ഈ നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ, മദ്രാസി എന്നുള്ള പ്രശ്നങ്ങൾ. ഞാൻ പണ്ട് ബോംബെയിലായ സമയത്തും ഈ മദ്രാസിന്റെ പ്രശ്നങ്ങൾ കേട്ടിരുന്നു. പക്ഷെ എന്നെ ആരും മദ്രാസിനെ വിളിച്ചില്ല, എന്റെ തൊഴിൽതരം ഉണ്ടായിരുന്നു. പക്ഷേ ഈ കൃഷ്ണൻ എന്ന കഥാപാത്രം, ഈ കൃഷ്ണന്റെ കൂടെയുള്ള കഥാപാത്രങ്ങളും അതിൽ തമിഴന്മാരുണ്ടായിരുന്നു, വേറെ മലയാളികളുണ്ടായിരുന്നു. അവരെയൊക്കെ മദ്രാസിൽ നിന്നുള്ള സംബോധന നോർത്ത് ഇന്ത്യക്കാർ സംബോധന ചെയ്യുന്ന സമയത്തും ഈ കൃഷ്ണൻ അതെല്ലാം അറിയുന്നുണ്ടായിരുന്നു, അതെല്ലാം മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. എന്നിരുന്നാലും അതിൽ പ്രതികരിക്കാൻ ഒരു കൃഷ്ണൻ എന്ന ഒരു ജോലിക്കാരന് അല്ലെങ്കിൽ നേവി ഉദ്യോഗസ്ഥന് കഴിയുമായിരുന്നില്ല. നോർത്ത് ഇന്ത്യക്കാർ അതിന് ഒരുപാട് പേര് ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് അതിന് മേൽക്കോയ്മ ഉണ്ടായിരുന്നല്ലോ. അത് ഇന്നും അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. ഓക്കെ, നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ, മദ്രാസിന്റെ പേര് പൊതുവെ ഈ നോവലിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ മദ്രാസി, സൗത്ത് ഇന്ത്യക്കാരെ എല്ലാവരെയും മദ്രാസി എന്ന് വിളിക്കുന്ന ഒരു സമ്പ്രദായം അതുണ്ടായിരുന്നു. പിന്നീടാണ് ഒക്കെ തൊണ്ണൂറിന് ശേഷമാണ് മദ്രാസിന്റെ പേര് വിളി കുറഞ്ഞു വന്നത്. കാരണം മദ്രാസി ഈ മലയാളികൾ, കന്നഡക്കാർ, തമിഴന്മാർ എന്നുള്ള വ്യത്യാസം അവർക്ക് മനസ്സിലായത് 90-കൾക്ക് ശേഷമാണെന്ന് എനിക്ക് തോന്നുന്നു. ആ സമയം 95-ന് ശേഷം ഞാൻ ബോംബെയിൽ ഉണ്ടായ സമയത്ത് തന്നെ മദ്രാസിന് വളരെ അപൂർവമായി സംബോധന ചെയ്യാറുണ്ടായിരുന്നു. എന്നിരുന്നാലും ഈ ഡിഫൻസിൽ, അത് നാവി ആയിക്കോട്ടെ അല്ലെങ്കിൽ മിലിറ്ററി, എയർഫോഴ്സ് ആയിക്കോട്ടെ, അതിൽ ഈ വ്യത്യാസം ഒരുപാടുണ്ടായിരുന്നു. ഞാൻ ആ സമയത്ത് ഒരു സിവിലിയന്റെ കൂടെ താമസിച്ചിട്ടുണ്ടായിരുന്നു ബോംബെയിൽ ആ സമയത്ത്. ആ സിവിലിയൻ ഒരു തമിഴനായിരുന്നു. ആ തമിഴൻ ഡ്രൈവർ, അയാൾ എന്നും അയാൾക്ക് കോൾ വരുന്നത് ഇയാളെ മദ്രാസിൽ നിന്ന് വിളിച്ചിട്ടായിരുന്നു കോൾ വരുന്നത്. അയാളുടെ പിക്കപ്പ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യുന്ന അയാളുടെ മേലുദ്യോഗസ്ഥൻ അയാളുടെ മദ്രാസിൽ നിന്ന് വിളിക്കുന്നത്, അയാളെ മദ്രാസിൽ വിളിക്കുന്നത് അയാൾക്ക് സന്തോഷമായിരുന്നു. കാരണം അയാൾ തമിഴനായിരുന്നു. അയാൾ കോയമ്പത്തൂർക്കാരനായിരുന്നു. മദ്രാസിൽ വിളിക്കുന്നത് ഞാൻ ചെന്നൈക്കാരനാണ് ഇതിലെ ഒരു സന്തോഷം അയാൾക്കുണ്ടായിരുന്നു. പക്ഷെ ആ സന്തോഷം മലയാളികൾക്കോ അല്ലെങ്കിൽ കന്നഡക്കാർക്കോ തീരെ ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് കന്നഡക്കാർക്ക്, ബാംഗ്ലൂരിലുള്ളവർക്ക് ആ വിളി തീരെ ഇഷ്ടമായിരുന്നില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളിലൂടെയാണ് ഈ കൃഷ്ണൻ കഥാപാത്രം പോകുന്നത്. പിന്നെ ഇതിൽ വേറൊരു കാര്യമുള്ളത്, നല്ല 3 minutes മദ്യം എന്നുള്ളത്. ഇവർക്ക് കോട്ടാമിന്റെ സംഭവമൊക്കെ എല്ലാവരും കഴിക്കുന്നതായിരിക്കും. പക്ഷെ അതിന്റെ ആലസ്യം മേലുദ്യോഗസ്ഥന്മാർ ശരിക്കും നന്നായി ഉപയോഗിച്ചു എന്നല്ല അതിനെ പറയേണ്ടത്. അത് നന്നായി ഉപയോഗിച്ച ശേഷം ഈ മറ്റുള്ള താരക്കടയിലുള്ള തൊഴിലാളികളെ വളരെ വൃത്തിഹീനമായ രീതിയിൽ അല്ലെങ്കിൽ മോശമായ രീതിയിൽ വിളിക്കുകയും അല്ലെങ്കിൽ ഉപദ്രവിക്കുകയും ചെയ്യുന്നത് നമുക്ക് ഈ നോവലിൽ വായിക്കാൻ കഴിയും. അങ്ങനെ പിന്നെ നമ്മൾക്ക് ഇതിൽ വേറൊന്ന് മനസ്സിലാക്കുന്നത് ഈ യാത്രയാണ്. ഹസൻ സാഹിബ് യാത്ര ചെയ്തിരിക്കുന്ന ഈ പട്ടണങ്ങളിൽ, വിനായകാഞ്ചേരി, ശ്രീലങ്ക എന്നിവിടങ്ങളിലേക്ക് പോകുന്നതിനെ കുറിച്ചും ഹസൻ സാഹിബ് ഈ നോവലിൽ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾക്ക് ആ സമയത്തും നല്ലൊരു പുതിയൊരു അനുഭവമായിരിക്കും. പക്ഷെ ഇപ്പോഴും അത്രത്തോളം നല്ലൊരു അനുഭവമോ അല്ല പുതിയൊരു അനുഭവമോ ആണെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. എന്നാലും ഒരു വായനാസുഖത്തിന് അതൊരു ഇദ്ദേഹം ചെയ്ത യാത്രയെക്കുറിച്ച് പറയുന്നത് വളരെ രസകരമായിട്ടുണ്ട്. പിന്നെ കൃഷ്ണൻ എന്ന കഥാപാത്രം ആണ് നമ്മൾക്ക് ഈ നോവലിൽ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഹീറോ ഓറിയന്റഡായ ഒരു സിനിമയെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മളെപ്പോഴും ഹീറോ ഓറിയന്റഡ്, ഹീറോയിൻ ഓറിയന്റഡ് ആയിരിക്കുമല്ലോ ചിന്തിക്കുക. അതുപോലെ നോക്കുകയാണ് ഈ നോവൽ ഒരു ഹീറോ ഓറിയന്റഡ് ആണ്. കൃഷ്ണൻ എന്ന കഥാപാത്രമാണ് ഇതിലെ പ്രധാന കഥാപാത്രം. പിന്നെ തീർച്ചയായും സപ്പോർട്ടിംഗ് ക്യാരക്ടേഴ്സും അവരവരുടെ റോളുകൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഏതാനും കഥാപാത്രങ്ങൾ നിങ്ങൾക്ക് ഇതിലൂടെ കാണാൻ കഴിയും. പിന്നെ ഹസൻ സാറിന്റെ പൊതുവെയുള്ള ഒരു എഴുത്തിന്റെ ശൈലി, പല കഥകളായിക്കോട്ടെ, ചെറുകഥകളായിക്കോട്ടെ, അല്ലെങ്കിൽ നർമ്മകഥകളാണ് നമ്മൾ കൂടുതൽ വായിക്കാൻ കിട്ടിയിട്ടുണ്ടാവുക. പക്ഷെ ഈ നോവൽ നർമ്മത്തിൽ പൊതുഞ്ഞത് കാര്യമായിട്ടൊന്നുമില്ല, നർമ്മം കുറവാണ്. ആ നർമ്മം എന്ന പ്രതീക്ഷയായിട്ട് ഈ നോവൽ വായിക്കരുത്. ഒരു സീരിയസ് ആയി വായിക്കേണ്ട നോവൽ തന്നെയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഒരു നേവി ഉദ്യോഗസ്ഥര് നർമ്മകഥകൾ, ഹസൻ സാറിന്റെ നർമ്മകഥകൾ വായിക്കണമെങ്കിൽ അദ്ദേഹം വേറെ അയച്ചിരുന്നായിരിക്കും. പിന്നെ ജോബിന്റെ കാര്യം, ഇത് തീർച്ചയായും ഒരു ഉദ്യോഗസ്ഥന്റെ, നേവി ഉദ്യോഗസ്ഥന്റെ കഥയാണ്. തുടങ്ങുന്നതും അവസാനിക്കുന്നതും
ന്യായീദ്യോഗത്തിൽ ഇരിക്കുന്ന കൃഷ്ണൻ എന്ന കഥാപാത്രം തന്നെയാണ്. നോവൽ അവസാനിക്കുമ്പോൾ കൃഷ്ണൻ എന്ത് ചെയ്യുന്നു? അതാണ് നമ്മൾ അറിയേണ്ടത്, അതാണ് നമ്മൾ വായിച്ചറിയേണ്ടത്.